മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു നല്ലൊരു മീൻകറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് ചെയ്യാറുള്ള പോലെ നല്ലൊരു നാടൻ രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ദശയ്ക്ക് കട്ടിയുള്ള ടൈപ്പ് നല്ലൊരു മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇത് ഉപ്പും അതുപോലെ തന്നെ നാരങ്ങാനീരൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ മീൻകറിയിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ പിരിയ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുക. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് എരിവ് കൂടത്തുമില്ല, നല്ലൊരു കൊഴുപ്പും നല്ലൊരു കളറും ഒക്കെ നമ്മുടെ മീൻകറിക്ക് കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ 2 പൊടികളും മാത്രമാണ് മീൻകറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളൂ. മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യാറില്ല. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ആ മീൻകറിക്ക് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. ഈ 2 പൊടികൾ മാത്രമാണ് ചേർക്കാറുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. മീൻകറിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉലുവ ഒന്ന് പയ്യെ പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എത്രണ്ണം വേണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ചെക്ക് ചെയ്യുക. മീൻകറിയൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക. ഒരുപാട് ഇപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ ചെറിയുള്ളി ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മീൻകറി ചീത്തയായി പോവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ ഈ പാത്രം നന്നായിട്ട് ഇത് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മളിതിങ്ങനെ തന്നെ വെച്ചിട്ട് പോകരുത്. അതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകുന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ടല്ലോ. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ എന്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മീൻ വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ഉപ്പും, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 3 കുടംപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില ഇടങ്ങളിൽ വാളംപുളി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ മീൻ പറ്റിക്കുമ്പോൾ എപ്പോഴും നല്ലത് കുടംപുളിയാണ്. കുടംപുളി ഇട്ട് പറ്റിച്ച മീനിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും അത് തന്നെ ചെയ്യുക. ഇനി മൂടി വെച്ചിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞൊരു രീതിയിൽ മീൻകറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം വരെ നമ്മൾ മീൻകറി ഇടയ്ക്ക് തിളപ്പിക്കാണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ഒന്നും മാറാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീൻകറി ഇരിക്കും. ഇതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും ചേർക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോഴാണ് മീൻകറിക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ഇനി മീൻ കഷ്ണം എല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ചട്ടി പയ്യെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ഇളക്കരുത്, സ്പൂൺ വെച്ച്, അന്നേരം മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ടിത് തിളച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി വെള്ളം അധികം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീൻ പയ്യെ ഇരുന്നത് പറ്റി വരുമ്പോഴാണ് മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തീ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. പയ്യെ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് ഇത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ ഇത് മൂടി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇട്ട് കൊടുത്ത കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻകറി നല്ല സൂപ്പറായിട്ടിത് വന്നിട്ടുണ്ട്. ഇത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല കപ്പയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാനായിട്ട് മറക്കരുത്. താങ്ക്